ഹലോ, ഗുഡ് മോർണിംഗ്. പതിവില്ലാതെ ഞാൻ ഇന്ന് രാവിലെ 6:15 എന്തായപ്പോഴത്തേക്കും കണ്ണു തുറന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയി എഴുന്നേറ്റ് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെയും ഭയങ്കരമായിട്ട് ഞാൻ അഭിനയിച്ച് എഴുന്നേറ്റ് വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം തലേന്ന് ഏട്ടന് രാത്രി നൈറ്റായിരുന്നു. അപ്പം ഏട്ടൻ രാത്രി 11 മണിയായപ്പോൾ പോയി. പിന്നെ ഞാനൊരു ഒറ്റ സ്ട്രെച്ചിലങ്ങ് കിടന്ന് ഉറങ്ങിയോണ്ട് ഒരു 6:15 ആയപ്പോഴത്തേക്കും ഞാൻ കണ്ണു തുറന്നു. പിന്നെ ഞാൻ കണ്ണ് കടച്ച് കുറേ നേരം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും എനിക്ക് പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എഴുന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റു. ഇതൊന്നും ആക്ടിങ് അല്ല കേട്ടോ, ഇതൊക്കെ ഞാൻ ശരിക്കും ചെയ്യാറുള്ളത് തന്നെയാണ്. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് എഴുന്നേക്കും. അപ്പോൾ ഭയങ്കര നല്ലൊരിതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇത്. നമുക്ക് ഇത്ര നാൾ നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനി അങ്ങോട്ടേക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ എൻ്റെ ലൈഫിലുള്ള ഓരോരോ ബ്ലെസ്സിങ്സ് ഇങ്ങനെ ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എഴുന്നേക്കും. അപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് സംഭവമാണ് നമുക്ക് കിട്ടുക. ഈ ഒരു സംഭവം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചെയ്യും, രാത്രിയും ഞാൻ ചെയ്യാറുണ്ട്. അത് എത്രത്തോളം രാത്രി ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എവിടെയെങ്കിലും അതൊന്ന് എഴുതി വെച്ചാൽ, ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ പറയുക, എഴുതി വെച്ചിട്ട് ഞാൻ ദുബായിലേക്ക് പോയിട്ട് എൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ അലമാരയുടെ സൈഡിൽ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ട് ആണ് ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് പോയത്. ഞാനതിൽ എഴുതി വെച്ചിരുന്നത് എനിക്കിപ്പോൾ അവിടെ ചെന്നിട്ട് കിട്ടാൻ പോകുന്ന ജോലീൻ്റെ കാര്യം, സാലറീൻ്റെ കാര്യം, ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടുന്ന വീട്, അതിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു ഞാനതിൽ എഴുതിയിരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വെക്കേഷന് തിരിച്ചു വന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. ഞാൻ അതിൽ എന്താണോ എഴുതി വെച്ചിരുന്നത് പക്ക ഈവൻ സാലറി അടക്കം എനിക്ക് അതുപോലെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ പോകുന്നത് വരെ ഞാൻ ആ ഒരു സംഭവം ഡെയിലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ശീലം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ രാവിലെ പപ്പ പള്ളിയിൽ പോയേക്കുമായിരുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് അപ്പം തന്നെ ഡോറൊക്കെ തുറന്ന് പത്രം, ഇടയ്ക്ക് ഇപ്പം മഴയൊക്കെ ചാറുന്നതുകൊണ്ട് ആ ചെക്കൻ ഇത് നമ്മുടെ വരാന്തയല്ല, നമ്മളുടെ ആ ഒരു ഡോറിൻ്റെ തൊട്ടടുത്ത് തന്നെ അവൻ കൊണ്ടുവന്ന് ഇടും. അപ്പം അങ്ങനെ പത്രം വായിക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല. ആകെ കൂടെ പത്രം വായിക്കുന്നത് പപ്പയാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ എന്നെ പല്ല് തേപ്പിൻ്റെ ഇതിലോട്ടേക്കൊക്കെ കടന്നു. ഞാൻ കുറച്ച് നാളൊക്കെ ഈ പല്ല് തേച്ച് ഉടനെ തന്നെ മുഖത്ത് മറ്റേ ഓട്സിൻ്റെ പൊടി വെച്ചിട്ട് മുഖം കഴുകാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മൂടൊക്കെ അനുസരിച്ചിട്ടാണ് ഇപ്പം അത് ചെയ്തില്ല. സാധാരണ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ക്രീമൊക്കെ ഇട്ടിട്ട് മസാജും ചെയ്യാറുണ്ട്. ഇന്നും ഞാനത് ചെയ്തില്ല. അപ്പം അങ്ങനെ പല്ല് തേപ്പൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താണെന്ന് അറിയാൻ പാടില്ല, പതിവില്ലാണ്ട് 6:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. എനിക്ക് തോന്നുന്നു കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ ഏട്ടൻ നൈറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഏട്ടനൊരു 10:45 ആയപ്പോഴത്തേക്കും പോയി. പിന്നെ ഞാനങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങി. ഒരു സമയത്ത് എപ്പോഴും എഴുന്നേറ്റു, പക്ഷെ പിന്നെ ഉറങ്ങി. ഏട്ടന് മറ്റേ ഈവനിങ് ഒക്കെ ആകുമ്പം ഏട്ടൻ 1 മണി 1:30 ആ ഒരു സമയത്തൊക്കെ വരുമ്പോൾ ഞാൻ അത്ര നേരം ഉറങ്ങില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറ് മിക്കപ്പോഴും. അത്രയ്ക്കൊക്കെ ക്ഷീണം ഉണ്ടെങ്കിലാണ് ഞാൻ ഏട്ടൻ വരണേക്കാട്ടിലും മുന്നേ ഉറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ചില സമയങ്ങളിൽ ഏട്ടൻ 3 മണിക്ക് വരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോഴൊക്കെ ഏട്ടൻ വന്നിട്ടാണ് ഉറങ്ങാറ്. അപ്പോഴാണ് ഞാൻ രാവിലെ എഴുന്നേക്കാൻ വൈകും. ഇത് മിനിഞ്ഞാന്ന് ഞാൻ നേരെ കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാ ക്ഷീണം കൊണ്ടാണ് നല്ല ഒരേപോലെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഏട്ടന് ഇനിയിപ്പം ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു, 12 മണിക്ക് കഴിഞ്ഞപ്പം ഇന്നിനി പോവണ്ട, നാളെയും പോവണ്ട, മറ്റന്നാൾ പോയാൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറഞ്ഞിരിക്കണേ. അതൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അന്ന് കണ്ടിന്യൂ ഒക്കെ എടുത്തത്. അപ്പോൾ പപ്പ പള്ളിയിൽ പോയിക്കുവാണ്. കുറേ നാളായി ഞാൻ 6:30 എഴുന്നേറ്റിട്ട്, കുറേ നാളായി എൻ്റെ ഓർമ്മയിൽ, ഒരുപാട് നാളായി ഞാൻ 6:30 എഴുന്നേറ്റിട്ട്. ഓക്കെ, അപ്പം നമുക്ക് രാവിലത്തെ പരിപാടിയിലോട്ട് കിടക്കാം. എൻ്റെ അപ്പമൊക്കെ പൊങ്ങി. ഞാൻ പപ്പയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊങ്ങി തുടങ്ങുകയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കണം എന്ന്. കണ്ട, ഞാനൊന്ന് പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഈ പാത്രം ഇല്ലാതിരുന്നെങ്കിൽ ഈ പൊങ്ങിയിട്ട് മൊത്തം നിലത്തേക്ക് വീണേനെ. ഇതിപ്പം ഈ പാത്രത്തിലോട്ടായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല. അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇന്നലെ അരച്ച് വെച്ചിരുന്നു, അതുകൊണ്ടാണ്. ഗ്രീൻ പീസാണ് കേട്ടോ, ഇന്ന് ഗ്രീൻ പീസാണ് വെക്കണത്.
ഞാനപ്പോൾ ഗ്രീൻ പീസ് പപ്പയുടെ അടുത്ത് വേവിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഏട്ടൻ ഓഫായതുകൊണ്ട് ഏട്ടൻ ഏതൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി തപ്പി പിടിച്ചിട്ട് രാത്രി ചിക്കൻ വറക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രാവിലത്തേക്ക് ഞാൻ ഇന്നലെ കുമ്പളങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ അല്ല, ഉച്ചയ്ക്ക് കുമ്പളങ്ങ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമല്ലോ, തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കണം. പിന്നെ അപ്പം വേറെ കറി എന്തായാലും പിന്നെ വൈകുന്നേരം ചിക്കൻ മേടിക്കുന്നതുകൊണ്ട് മീനോ അങ്ങനെയൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ മിക്കവാറും മുട്ടയായിരിക്കും നമ്മൾ വറക്കുണ്ടാവുക. അപ്പോൾ രാവിലെ മുട്ട, ഉച്ചയ്ക്ക് മുട്ടയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇത് കൂടൂലേ. പിന്നെ ചിയാ സൈഡൊക്കെ ഞാൻ എല്ലാ ദിവസവും വെള്ളത്തിലിട്ടിരുന്നു. ഇന്നലെയും ഇന്നും കുടിച്ചിട്ടില്ല, നാളെ കുടിക്കണം. ഏട്ടനിങ്ങനെ നൈറ്റ് ആയതുകൊണ്ട് എന്തായാലും ഏട്ടൻ്റെ വെറും വയറല്ലോ എന്നൊക്കെ വിചാരിച്ചു. വെറും വയറ്റിൽ കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒരു 2 ദിവസത്തെ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് പിന്നെ കുടിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഇന്നലെയും ഇന്നും വെള്ളത്തിലിട്ടില്ല. അപ്പം ഇന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഞാൻ കാപ്പി കുടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാം, ഗ്രീൻ പീസ് കറി. അത് കഴിഞ്ഞിട്ട് അപ്പം ചുട്ട് വയ്ക്കാം. അപ്പോഴത്തേക്കും ഏട്ടൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരേണ്ടതാണ്. ഇന്നലെ നേരത്തെ വന്നു കേട്ടോ ഏട്ടൻ. അവർ നേരത്തെ വിട്ടു. അപ്പം ഞാൻ എഴുന്നേക്കണേക്കാട്ടിലൊക്കെ പിന്നെ 6 മണിയോ 6:30 എന്തോ ഏട്ടൻ വന്നു. ഞാൻ ഏട്ടൻ ഡോറി മുട്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പം ഇന്ന് ഞാൻ ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം എപ്പോഴും നമുക്കങ്ങനെ നമ്മുടെ ആരുടെയും വകയല്ലല്ലോ എയർപോർട്ട്, അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. എന്നാലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 9 മണിക്ക് മുന്നേ എത്തേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ടേക്ക് കിടക്കാം. ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം തോന്നുന്നു. പുതിനയില നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ മല്ലിയില പോയിന്ന് തോന്നുന്നു. ഒരു 2 മാത്രമേ ഇച്ചിരി വൃത്തിക്കുള്ളൂ. നോക്കാം എന്തായാലും. ഇന്നലെ നമ്മൾ പെരുമ്പാവൂർ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പെരുമ്പാവൂർ പോയ സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അവിടുത്തെ ഒരു ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കയറി. അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങൾക്ക് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ 2-in-1 പോലെ നമ്മുടെ ഡിഷ് വാഷ്, പിന്നെ ഫ്ലോർ ക്ലീനർ, ഹാൻഡ് വാഷ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഓഫറിനൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. മെയിനായിട്ട് നമ്മൾ മേടിക്കാനൊക്കെ കയറിയിരുന്നത്, എന്തോ ഒരു സാധനം മേടിക്കാനൊക്കെ കയറിയത് അത്യാവശ്യം. പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയാലുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് എന്തോ അങ്ങനെ കുറേ. പക്ഷെ ഞാൻ ആവശ്യമില്ലാത്തൊന്നും മേടിച്ചില്ല കേട്ടോ. എല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. ഏട്ടൻ്റെ വർക്ക് ഒരു എന്താണ്. പിന്നെ ഈ ഒരു സാധനം നമ്മളുടെ അതായത് മാഗിയാണ്. ഏട്ടൻ സാധാ മാഗി എടുത്തപ്പോൾ ഞാൻ ഈ സ്പൈസി BBQ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞങ്ങൾക്ക് പൊതുവെ എരിവ് കുറവാണല്ലോ, അതുകൊണ്ട് ഈ സാധനം എനിക്ക് പറ്റണ്ടായിരുന്നില്ല. തലയൊക്കെ ഭയങ്കര സ്പൈസിയാണ് എനിക്ക്. പക്ഷെ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് അടിപൊളിയായിരിക്കും. കാരണം ഇത് നമ്മുടെ BBQൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. സംഭവം നല്ല അടിപൊളിയാണ്. എരിവ് ഇഷ്ടമുള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടോ, ഞാൻ ആദ്യമായിട്ടോ ഇത് കഴിച്ചു നോക്കുന്നത്. സ്പൈസി BBQ എന്ന് പറഞ്ഞിട്ട് മാഗീൻ്റെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ എരിവ് എനിക്ക് പേഴ്സണലി പറ്റുന്നുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ചെറുപ്പം മുതൽ എരിവ് കുറച്ചാണ് ശീലിച്ചിട്ടുള്ളത്, അതുകൊണ്ട്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു, എല്ലാ യൂട്യൂബേഴ്സും നമ്മളുടെ ഈ ജോളോ ചിപ്സ് പിന്നെ എക്സ്ട്രാ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഇതിൻ്റെ മാഗീൻ്റെ ഒക്കെ അവരിതൊക്കെ ചെയ്യാറില്ലേ, എന്താണ് എന്നെ പറയണേ, ചലഞ്ച് ചെയ്യാറില്ലേ. അതൊക്കെ എനിക്ക് ഇന്നലെ ഇത് കഴിച്ചിട്ട് എൻ്റെ തലയൊക്കെ ഒരുമാതിരി പെരുത്ത് അറിയാറ്. അപ്പോൾ എന്തായാലും ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പണി കഴിക്കാം. ധൃതിയൊന്നുമില്ല, പയ്യെ മതി. അപ്പം ഞാൻ പിന്നെ വേഗം ഗ്രീൻ പീസ് കറിക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുവാണ്. സാധാരണ ഞാൻ കറി വേവിക്കുമ്പം സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പകുതി ഞാൻ വേവിക്കുന്ന സമയത്തും ഞാൻ ഗ്രീൻ പീസിലിട്ടിട്ടാണ് ചെയ്യാറ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഗ്രീൻ പീസിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ മസാല പിടിക്കുന്ന പോലെ തോന്നും.
പക്ഷേ ഇതും ടേസ്റ്റൊക്കെയാണ്. ഇതിപ്പോൾ ഓൾറെഡി പപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പ വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായാലും എനിക്ക് ഇതൊക്കെ പണ്ടത്തെ കുറേ ഓർമ്മകൾ. നമുക്ക് സ്കൂളിലൊക്കെ മമ്മി തന്നുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ഈ പയർ വർഗ്ഗങ്ങളൊക്കെ ആയിരുന്നല്ലോ കൂടുതലും ഉച്ചയ്ക്ക് ചോറിന് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകളാണിതെല്ലാം. അന്ന് അങ്ങനെ സ്കൂളിലൊക്കെ ഇറച്ചി, മീൻ, മുട്ട അതൊക്കെ തന്ന് വിടൽ കുറവായിരുന്നു. കാരണം മുട്ട തന്ന് വിടാതിരിക്കണത് എന്താണ്, നമ്മൾ മുട്ട ചൂടോടുകൂടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറവായിരുന്നു. തരാറുണ്ട്, പക്ഷെ കുറവായിരുന്നു. അപ്പം മിക്കപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു. എന്താണ് പയർ, പരിപ്പ്, കടല, വൻപയർ, പിന്നെ ഗ്രീൻ പീസ്, ഇതൊക്കെ നമ്മൾ ഒലത്തിയിട്ട് ചാറില്ലാതെ ആ ചെറുപ്പം മുതലേ കഴിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പോഴും ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനും കഴിക്കും. ഏട്ടനങ്ങനെ വലിയ കാര്യമായിട്ട് ഇതില്ലെങ്കിലും എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. അപ്പോൾ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയും കറി മസാലയും ഒന്നും ഇടാറില്ല. പിന്നെയാണ് കടലക്കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കില്ലേ എന്ന് ഓർത്തിട്ട് മസാലയൊക്കെ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഞാനെപ്പോഴും പറയാറില്ലേ, ഞാൻ അപ്പത്തിന് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറുക്കി കാച്ചാറില്ലെന്ന്. കുറേ ആൾക്കാർക്ക് ഡൗട്ടാണ് അങ്ങനെ കുറുക്കി കാച്ചിയില്ലെങ്കിൽ സോഫ്റ്റ് ആവോ, കണ്ണൊക്കെ വരുമോ എന്നുള്ളത്. അപ്പോൾ അവരുടെ ഡൗട്ടൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര സൂം ചെയ്തിട്ട് സംഭവം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എന്താ പറയുക, കുറുക്കി കാച്ചിയില്ലെങ്കിലും ഈ ഒരു ഞാനിപ്പം ഉണ്ടാക്കുന്ന പ്രപ്പോർഷനിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കുറേ കണ്ണൊക്കെയുള്ള നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു അപ്പവും കൂടെ ഒക്കെ കിട്ടുമ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ട് എൻ്റെ അപ്പം വന്നിട്ടുണ്ട്. ഞാനങ്ങനെ അപ്പമൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഞാൻ കഴിഞ്ഞ ദിവസം അലയൻസിൻ്റെ ഒരു എപ്പിസോഡ് പകുതിക്ക് വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിരിക്കണം ഇതിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ കാപ്പീൻ്റെ പകുതിയും കൂടെ കുടിച്ചിരിക്കും. ഇപ്പോൾ 9 മണിയാവാൻ പോണു. 9 മണിയാവുമ്പം കുറച്ച് അടിക്കലും പരിപാടികളും ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യണം. ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇറങ്ങിയപ്പോൾ ഒരു 9-9:30 ഏട്ടൻ വരും. അപ്പോൾ ഒരു 9 മണിയാവുമ്പോൾ എന്തായാലും തുടങ്ങാം. അത്ര നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്ക് മറ്റേ സംഭവം ഉണ്ടാക്കണം. പിന്നെ ഇന്നലെ ഞാൻ തക്കാളിക്കറി വെച്ചത് പപ്പയെ രാത്രി ലാസ്റ്റ് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പപ്പയ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ അത് എന്തോരം കറി ഇരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നോക്കണം. ഒരു നേരത്തേക്ക് അതുണ്ടെങ്കിൽ അത് മതിയാവും. പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് കുമ്പളങ്ങ വെച്ചാൽ മതി. എന്തായാലും കുമ്പളങ്ങ വെക്കണം, കാരണം ചിക്കനായിട്ട് ഫ്രൈ ആക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ചാറൊന്നും ഉണ്ടാവില്ല. അപ്പം കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു തുടച്ചിട്ട്. അപ്പോൾ ഞാൻ അതങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാണ്. അപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉള്ളിലെ ലൈറ്റ് കത്തണേ. അപ്പോൾ അതെന്താണെന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. ഇന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തീരാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രിഡ്ജിൽ അഴുക്ക് പിടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വൃത്തിയാക്കാൻ പാടായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ മടി പിടിച്ചിരിക്കേണ്ടതെന്ന് ഓർത്തിട്ട് ഞാനങ്ങ് വൃത്തിയാക്കുക. അതിനിടയ്ക്ക് ഏട്ടൻ വന്നു. അതാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോണേ. ആ ഒരു കളർ വ്യത്യാസമുള്ള മുട്ടയുണ്ടല്ലോ, അത് കുറച്ച് ദിവസം ഇവിടുത്തെ കോഴി മുട്ട ഇട്ടില്ല. അപ്പോൾ ഞങ്ങൾ മേടിച്ചതാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ തുരുതുരാ മുട്ട ഇടുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ മുട്ട എടുത്തിട്ട് ഓരോന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടണ്ടെന്ന് ഓർത്തിട്ട് വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി. നമ്മൾക്കിപ്പോൾ ഡെയിലി ഇവിടെ നിന്ന് നമ്മൾ പൈസ കൊടുക്കാണ്ട് കോഴി ഇങ്ങനെ മുട്ട ഇട്ടിട്ട് കിട്ടിയിട്ട് കുറച്ച് ദിവസം നമുക്ക് മുട്ട കിട്ടാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. കടയിൽ പോയി കാശ് കൊടുത്ത് മേടിക്കണമല്ലോ, ഡെയിലി ഫ്രീ ആയിട്ട് കിട്ടിയിട്ട്. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കുറേ നാളുകളായിട്ട് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ, ചിലപ്പോൾ പൊടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്ത് എല്ലാവരുടെ വീട്ടിൽ കാണുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഇടിയപ്പത്തിനൊക്കെ നനച്ച് വെക്കുമ്പോൾ പൊടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടയുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ കെട്ടി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അത് മറന്നു പോകും. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്തേക്കായിരിക്കും അത് കിട്ടുക. ഇതിപ്പോൾ പൊക്കി കാണിച്ചത് അതാ. പിന്നെ സാധാരണ ഞാൻ വിനാഗിരിയും ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒരു ലിക്വിഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ മറ്റേ ഡെപ്പ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ടു. അത് എങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അടിപൊളിയായിട്ട് ക്ലീൻ ആവും. പിന്നെ ഇന്ന് ഞാൻ ഓൾറെഡി മറ്റേ ആ ഒരു ഈച്ച സംഭവങ്ങളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കിയ ലിക്വിഡിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിലേക്കാണെങ്കിലും ചില സമയത്ത് പ്രാണികളൊക്കെ വരുമല്ലോ, അപ്പോൾ അത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്
ഞാൻ ഈ തവണ അത് വെച്ചാൽ ചെയ്തത്. അങ്ങനെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഏട്ടൻ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഫുഡൊക്കെ കൊടുത്തു. നമ്മൾക്ക് അങ്ങനെ ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങൊക്കെ ആയിരുന്നു. എനിക്കറിയാമല്ലോ എനിക്ക് മടിയാന്ന്. അപ്പോൾ ശരി കേട്ടോ, എന്നാ ടാറ്റാ.